കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതെടുക്കാം കിട്ടോ. കയ്പ നരഞ്ചി എന്നറിയപ്പെടുന്ന വളരെ സവിശേഷമായ ഒരു ചെടിയാണ് ഇത്. ഹാർട്ട് ബ്ലോക്കിന് ഇത് 3-4 മരുന്നുകൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ബ്ലോക്ക് ഒരുപാട് മാറിക്കിട്ടിയിട്ടുണ്ട്. ഈ കയ്പ നിറഞ്ചിയുടെ കൂടെ ഞരമ്പോട് എന്ന് പറഞ്ഞ ഒരു മരുന്നും കൂടെ കൂട്ടി കഴിച്ചാൽ നമുക്കിതിൻ്റെ വളരെയധികം ഗുണം ചെയ്ത് കാണുന്നുണ്ട്. ഈ കയ്പ നിറഞ്ചി പ്രധാനപ്പെട്ട് വേറെ ഇങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്നത്, പാമ്പ് കടിച്ചാൽ ഇതിൻ്റെ ഇലയെടുത്ത് ഒരു 30 ml അതിൻ്റെ എസൻസ് കൊടുത്താൽ പാമ്പിൻ്റെ എത്ര വിഷം, മണ്ടലി അതുപോലെ മൂർഖൻ പാമ്പ് എല്ലാം കഴിച്ചാൽ ആ വിഷത്തിന് നമുക്ക് ഒഴിവാക്കാൻ ഈ മരുന്നുകൊണ്ട് സാധിക്കും. കയ്പ നിറഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ നട്ട് വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ സുലഭമായി കാണുന്നത് കന്യാകുമാരിയിൽ ഒരു ആശ്രമത്തിൽ ഇത് മാത്രം ഒരുപാട് നട്ട് വളർത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടിക്ക് പോയത് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കയ്പ നിറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് എല്ലാവർക്കും ഹാർട്ട് ബ്ലോക്ക്, ഹാർട്ട് അറ്റാക്ക്, സ്ലീപ്പ് ഡെത്ത് എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ ഈ പ്രധാന ചെടി എടുത്ത് പറയുകയാണ്. നമ്മളിത് സംരക്ഷിച്ച് പോരണം. ഓരോ വീടുകളിലും ഒരു ചെടിയെങ്കിലും ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പാമ്പ് കടിക്ക് ഇത്രയധികം ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ്. നാഗത്തിൽ വളരുന്ന ഒരു പ്രത്യേക ചെടിയാണ്. നാഗത്തിൽ നട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് നാഗദന്തി. ഇത് വളർച്ച എത്തിക്കഴിഞ്ഞാൽ 2 ഇഞ്ച് വീതിക്കുള്ള നടുവൊടി വള്ളി എന്നൂടെ പറയുന്നു. ഒടിവ് വള്ളി ഇങ്ങനെ ശരിക്കും പാമ്പിൻ്റെ രൂപത്തിലാണ് ഈ ചെടിൻ്റെ വള്ളി ഉണ്ടാവല്. പടർന്ന് കയറുന്ന ചെടിയാണ്. നമുക്ക് ഇതിൻ്റെ പ്രധാന ഔഷധം ഉണ്ടാക്കുന്നത് നമുക്ക് മുടി ജട കെട്ടിയിട്ട് വളരുന്നുണ്ട് ചിലർക്ക്. അതിന് ഇതെടുത്ത് എണ്ണ കാച്ചി തടിയാൽ ഇത് മാറുന്നുണ്ട്, ജട മാറി കിട്ടും. ഇതിലാണ് ഇത് പ്രത്യേക. ഇത് ഇങ്ങനെ വളർന്ന് എൻ്റെ അന്തരീക്ഷങ്ങൾ നേരെ കയറും. ഈ ചെടി ഇങ്ങനെ വീതിക്ക് 2 ഇഞ്ചോളം വീതിക്കോളം ഇത് വന്ന് നടുകൂടി. കൂടാതെ ഇതിൻ്റെ നാവ്, പാമ്പിൻ്റെ നാക്ക് മാതിരി ഇല്ല, 2 നാക്കാന്നുള്ളത് ഇതിന് കേട്ടോ. അതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. അവിടെ നാഗത്തിൽ വെച്ച് വളർത്തുന്ന ഒരു ചെടിയാണിത്. അപൂർവമായ ഒരു ചെടിയാണ് നാഗദന്തി, നടുകൂടി വണ്ട്. മലത്താങ്ങി എന്നറിയപ്പെടുന്ന വിശേഷപ്പെട്ട ഒരു ചെടിയാണിത്. ഇത് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ചെറിയ കുട്ടികൾ നടക്കാൻ പറ്റാണ്ട് കാല് വലിച്ച് നടക്കുന്ന പല കുട്ടികളെയും നമുക്ക് കണ്ടിട്ട്. അവർക്കിത് കഞ്ഞി വെച്ച് കുടിച്ചാൽ, ഒരു 15 ദിവസം കഞ്ഞി വെച്ച് കൊടുത്താൽ ഏറ്റവും അധികം എനർജി കിട്ടുന്നൊരു ചെടിയാണ് മലത്താങ്ങി. ഇത് മുൻകാലത്ത് പ്രായമുള്ളവർ കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. മലത്താങ്ങി എന്ന് പറയപ്പെടുന്ന ഇതിൻ്റെ കാര്യം തന്നെ മല എടുത്ത് പൊന്തിക്കാൻ പറ്റുന്നില്ലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മല താങ്ങി എന്ന പേര് തന്നെ വരാൻ കാരണം. അപ്പോൾ ഇത് ഞങ്ങൾ അപൂർവമായിട്ടൊരു ചെടിയായാലും എല്ലാ സ്ഥലത്തും കാണൂല. അപൂർവമായ ഒരു ചെടിയാണ് മലത്താങ്ങി. രണ്ട് കളറുണ്ട്. ഇത് മുമ്പിൽ നല്ല പച്ചയാണെങ്കിൽ ബാക്കിൽ ഷെയ്ഡ് മാറ്റാണ്. കണ്ണിൻ്റെ അസുഖത്തിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഇല അരച്ചെടുത്ത് അത് പിഴിഞ്ഞ് നീര് 2 തുള്ളി കണ്ണിൽ ഉറ്റിക്കാൻ കായാമ്പൂ എന്ന് പറയും. നമ്മളെ പാട്ടിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. കായാമ്പൂ കണ്ണിൽ വിടരുന്നതിലെ ഒരു പാട്ടിന് നമ്മളിലുണ്ട്. ആ കായാമ്പൂൻ്റെ ഇലയെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് കണ്ണിൽ വെച്ചാൽ നമ്മളെ തിമിരം മാറിക്കിട്ടും എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. ഇതാ കായാമ്പൂ. കായാമ്പൂ കണ്ണിലിടരും കമലതളം കവിളിലിടരും അനുരാഗവതി. ആ പാട്ട് എഴുതിയാൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എടുത്ത് പറയുന്നുണ്ട്. കായാമ്പൂ
എടുത്ത് മഹാവില്ലു എന്ന് പറയും. വില്ലു എന്ന് പറഞ്ഞാൽ കൂവളം. മഹാവില്ലു ഈ കൂവളത്തിന് 3 ഇലയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് ഒരു പ്രത്യേക രൂപത്തിലുള്ള 5 ഇല. അതാണ് ഈ മഹാവില്യം എന്നറിയപ്പെടുന്നത്. ശിവനെ പ്രത്യേകിച്ച് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് മഹാവില്യം. അപൂർവത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. സ്ഥലത്ത് കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല. മഹാവില്യം ഒരുപാട് ഔഷധത്തിന് ഈ മഹാവില്യം ഉപയോഗിക്കുന്നുണ്ട്. കഷായങ്ങൾ ചേരുവായിട്ട് ചേർക്കുന്നുണ്ട്. കഷായത്തിൽ വില്യം പറ്റും.